നമുക്ക് ആദർശിന്റെ നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ആ രേവതിയുടെ സച്ചിയുടെയും വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നു കേട്ടോ. അപ്പൊ അത് കാണാനായിട്ട് താല്പര്യമുള്ളവര് കയറി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ ജലജ നവ്യയുടെ അടുത്തേക്ക് വരുവാണ്. എങ്ങനെയെങ്കിലും നവ്യെ ഒന്ന് ചൂട് പിടിപ്പിക്കണം. നവ്യയെ ചൂട് പിടിപ്പിച്ചിട്ട് കാര്യമുള്ളെന്ന് മനസ്സിലായി. കാരണം നവ്യയെ കൊണ്ടാണ് ഇനിയിപ്പോ പ്രയോജനമുള്ളത്. നവ്യെ ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും എതിരെ തിരിക്കണം. അങ്ങനെ തിരിച്ചാൽ മാത്രമേ തനിക്കും തന്റെ മോനും ഇവിടെ പിടിച്ചുവെപ്പുണ്ടാവുള്ളൂ. അവൻ ചെയ്യുന്ന കള്ളത്തരങ്ങൾക്കൊക്കെ അവള് കൂട്ടു നിൽക്കുകയും വേണം. അങ്ങനെ ചില ചിന്തകളോട് കൂടിയിട്ട് ജലജ നവ്യയുടെ അടുത്തേക്ക് പോകുന്നേ. അങ്ങനെ നവ്യയുടെ അടുത്ത് ചെന്നപ്പോ നവ്യ ആകെപ്പാടെ വല്ലാതെ വിഷമിച്ചിരിക്കുക. ജലജ പറഞ്ഞു, മോളെ നീ ഇങ്ങനെ വിഷമിച്ചൊരു മൂലയ്ക്കിരുന്നിട്ട് ഒന്നും ഒരു കാര്യമില്ല. അറിയാലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. നമ്മൾ താണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയെ കയറി നിരങ്ങും. അല്ലമ്മ, എന്നാലും അബിയെ പുറത്തിറക്കാൻ എനിക്ക് പറ്റിയില്ലോ എന്ന് ഓർത്തിട്ട് നല്ല സങ്കടമുണ്ട്. എനിക്കറിയാം മോളെ മോളുടെ വിഷമം എന്താന്ന്. അല്ലമ്മ, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവൻ ഭയങ്കര സങ്കടത്തോടു കൂടിയിട്ടാ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞേ. കള്ളന്മാരും കൊലപാതകളൊക്കെ കിടക്കുന്ന സ്ഥലമല്ലേ പാവം അബി. മോളെ മോളെ ശരിക്കും പറഞ്ഞ പടുകുഴിയിലേക്ക് തള്ളിയിട്ട് ആരാന്നറിയോ? മോളുടെ അനിയത്തിമാര് തന്നെയാ. നന്ദു നയനൻ തന്നെയാ. അല്ല, നന്ദുവിനെ നിനക്കും ഇഷ്ടമില്ലായിരുന്നല്ലോ. നീ നന്ദുവിന് ഇഷ്ടമില്ലെന്ന് പറഞ്ഞായിരുന്നല്ലോ. അതുപോലെ തന്നെ നയനെന്ന് പറയുന്നവളുണ്ടല്ലോ, നന്ദുവിന് ചുക്കാൻ പിടിക്കുന്ന അവളാണ്. അവളെ ഒരു കാരണവശാലും നീ കൂടത്തി കൂട്ടിക്കൂടാ. അല്ല, അവളിപ്പൊ ഗർഭിണിയല്ലേ? ഗർഭിണിയാണ് പോലും. എന്നിട്ട് പോലും അവളുടെ ചിന്താഗതിക്ക് വല്ല മാറ്റം ഉണ്ടോ? എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാവോ? മിക്കവാറും എല്ലാരും കൂടെ ചേർന്നിട്ട് നിന്നെ മോനെ എന്നെയൊക്കെ ഇവിടുന്ന് പുറത്താക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നത്. അതുകൊണ്ടാ ഓരോ കള്ള കേസിലൊക്കെ കുടുക്കിയിട്ട് അബിയെ ഇപ്പം ജയിലിലാക്കിയിരിക്കുന്നത്. ഇതിനെതിരെ നിന്റെ മുത്തശ്ശൻ പോലെ എന്തേലും ചെറുവെല്ല് പോലും അനയ്ക്കോ? അവനൊന്ന് പുറത്തിറക്കാൻ ശ്രമിച്ചോ? ഈ കുടുംബത്തിൽ ആരെങ്കിലും അതിന് തുനിഞ്ഞിറങ്ങിയോ? ഇല്ലല്ലോ. അതാ പറഞ്ഞേ, അത്ര സ്നേഹമൊക്കെ ഉള്ളൂ അബിയോടും എന്നോടും നിന്നോടും ഒക്കെ. നമ്മളെയൊക്കെ വെറും കറിവേപ്പിലകളായിട്ടാ കാണുന്നേ. അത് കേട്ടപ്പം നബി പറഞ്ഞു, എന്നാലും ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷയില്ല കേട്ടോ. എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിയുമ്പോ അവരൊക്കെ നമ്മളോടൊപ്പം നിൽക്കുമെന്ന് കരുതി. അതൊക്കെ വെറും നിന്റെ തെറ്റിദ്ധാരണ മാത്രം. മുമ്പ് ഞാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുമ്പോ നീ നിന്റെ അനിയത്തിമാർക്കും പിന്നെ ഇവിടെ ഉള്ളവർക്കും ഒപ്പമല്ല നിന്നെ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസം വരുന്നില്ലേന്ന് ചോദിച്ചു. നബി പറഞ്ഞു, ഇപ്പൊ എനിക്ക് വിശ്വാസം ആവുന്നുണ്ട് മോളെ. നീ വിഷമിക്കൊന്നും വേണ്ട. നമ്മളെ വേദനിപ്പിച്ചവർക്കൊക്കെ നമ്മൾ നല്ല പണി തന്നെ കൊടുക്കണം. അതിനിപ്പോ നിന്റെ അനുജത്തിമാരാണെങ്കിൽ ശരി, അവൾമാർക്കിട്ടും പണി കൊടുക്കണം. അല്ല, എങ്ങനെ പണി കൊടുക്കാനാ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. മോള് ധൈര്യമായിട്ടിരിക്കുക. ഇവിടെ എല്ലാവരും കൂട്ടക്കരച്ചിലൊക്കെ കരയുന്ന നമുക്ക് അധികം വൈകാതെ കാണാൻ പറ്റും. മോള് ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ അങ്ങോട്ടേക്ക് പോയി. ജലജയുടെ മനസ്സിൽ മുന്തിരി ജ്യൂസാണ്. മുന്തിരി ജ്യൂസിനകത്താണ് ജലജ ആ പൊടി കലർത്തി വെച്ചിരിക്കുന്നത്. അത് നയനയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊല്ലാനായിട്ട്. അപ്പൊ ആ ജ്യൂസ് അടുക്കളയിൽ ഇരിപ്പുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുന്നുള്ളെന്നും പറഞ്ഞ് ദേവേനെ അതവിടെ തയ്യാറാക്കി വെച്ചിട്ട് പോയത്. അപ്പൊ എപ്പോഴും ഓരോ കൂട്ടങ്ങൾ കൊണ്ടേ കൊടുക്കണമെന്ന് മുത്തശ്ശി എന്നെ പറഞ്ഞേ. അതുകൊണ്ട് ഒരു ഗ്യാപ്പ് ഇട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് പോയ സമയത്താണ് ജലജ പരിപാടി ചെയ്യുന്നത്. അതിനകത്ത് കൊണ്ടുപോയി പൊടി കലർത്തിയത്. അതേ സമയത്ത് അനി ജ്വല്ലറിയിലേക്ക് പോകുമ്പോഴാണ് നന്ദുവിന്റെ കോള് വരുന്നത്. അങ്ങനെ നന്ദു വിളിച്ചിട്ട് ചോദിച്ചു, നീ തിരക്കിലാണെന്ന് ചോദിക്കുക. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. ഓ, ഇപ്പൊ നീ ഭയങ്കര തിരക്കിലൊക്കെ അല്ലേ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അല്ല, ഞാൻ വെറുതെ പറഞ്ഞെന്നേ ഉള്ളൂ. അതെ, എനിക്കിപ്പോ ഒരു ടെൻഷനും ഇല്ലാന്ന് പറയണം. അതെന്താ? അല്ല, ടെൻഷൻ ഇല്ലാത്തതിന്റെ കാരണം എന്താണെന്ന് നിനക്കറിയാലോ. എന്താ ടെൻഷൻ ഇല്ലാത്ത? എനിക്ക് നിന്റെ കാര്യത്തിലെ ടെൻഷൻ ഇല്ലാത്ത, എന്റെ കാര്യത്തിലോ? അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു പറച്ചില്? അത് പിന്നെ നിന്റെ കല്യാണമൊന്നും മുടങ്ങിയില്ലോ. ഇനി എന്താണല്ലോ ഉടനെ ഒന്നും നിനക്കൊരു വിവാഹാലോചനയായിട്ട് നിന്റെ വീട്ടുകാർ വരുമെന്ന് തോന്നില്ല. ആ ഒരു ധൈര്യത്തിലെ ഇപ്പൊ ഞാൻ നടക്കുന്നേ. ഇത് കേട്ടപ്പോ നന്ദു പറഞ്ഞു, അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ വല്ല ആലോചന വന്നാലോ? ഏയ്, അങ്ങനെ വരുമെന്ന് എനിക്ക് തോന്നില്ല. എന്താണെങ്കിലും ആ സജീവായിട്ടുള്ള വിവാഹം മുടങ്ങിയതോടുകൂടി നിന്റെ അച്ഛനും അമ്മയ്ക്ക് ഒരു പാഠം പഠിച്ചെന്ന് തോന്നേ. അതുകൊണ്ട് എനിക്കിപ്പോ ധൈര്യമായിട്ട് ജ്വല്ലറിയിലെ കാര്യങ്ങളൊക്കെ നോക്കാം. നന്ദു പറഞ്ഞു, അത് കൊള്ളാലോ. അപ്പൊ നീ ഈ അവസരം മാക്സിമം വിനിയോഗിക്കുമല്ലേ? പിന്നല്ലാതെ. ടെൻഷൻ ഇല്ലാതെ കുറച്ച് നാളും കൂടെ ഞാൻ ജ്വല്ലറി ജോലി ചെയ്യട്ടെ. അതിനുശേഷം നിന്റെ ജോലിയും കളയിച്ച് നിന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു, ഞാൻ എപ്പോ വന്നെന്ന് ചോദിച്ചാൽ മതി. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളിങ്ങനെയൊക്കെ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. എന്റെ നവ്യേച്ച് വെല്ലുവിളിച്ചിരിക്കുക, ഞാൻ ആ കുടുംബത്തിലേക്ക് വരാൻ സമ്മതിക്കില്ലെന്ന്. ഹനി പറഞ്ഞു, നിന്റെ നവ്യേച്ചെന്നല്ല ആരൊക്കെ വെല്ലുവിളി നടത്തിയാലും എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും. ആ കാര്യത്തിൽ എനിക്ക് ഒരു ടെൻഷനും ഇല്ല. അത് കേട്ടപ്പോ നന്ദു പറഞ്ഞു, പിന്നെ എന്റെ അച്ഛനും അമ്മയും ഇതിനായിട്ട് സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ നിന്റെ അമ്മ. അനി പറഞ്ഞു, അമ്മയുടെ മനസ്സൊക്കെ മാറും, അതെനിക്ക് ഉറപ്പുണ്ട്. അധികം വൈകാതെ അത് മാറും. എത്ര കാലം അമ്മയ്ക്ക് ഇങ്ങനെ പിടിവാശിയായിട്ട് ഇരിക്കാൻ പറ്റും? എന്റെ ജീവിതം ഒന്നുമല്ലാതായി തീരുന്ന കാണുമ്പോ അമ്മയ്ക്ക് പിന്നെ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ നീ എനിക്കുണ്ടല്ലോ, എത്ര കാലം വേണേലും നീ എനിക്ക് വേണ്ടി കാത്തിരിക്കില്ലെന്ന് ചോദിക്കുക. നന്ദു പറഞ്ഞു,
അല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. എനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കേണ്ടെന്നൊന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേങ്കില് അച്ഛനും അമ്മയും അതൊന്നും കേൾക്കുന്നില്ല. അവർ നല്ല ആലോചന വന്നാൽ നടത്തുമെന്നും പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. സാരമില്ല, എന്തേലും വഴിയുണ്ടോ നോക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നന്ദു ആലോചിച്ചു. തന്റെ നവ്യേച്ചയാണ് ഇപ്പൊ തനിക്കെതിരെ ഏറ്റവും രൂക്ഷമായിട്ട് നീങ്ങിയിരിക്കുന്നത്. താൻ എന്തോ വലിയ തെറ്റ് എന്നുള്ള മട്ടില്ല. പക്ഷെ നവ്യേച്ചി ഇതുവരെ ആയിട്ടും അബിയുടെ കള്ളത്തരങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടില്ല. അതാ ഇതിനെല്ലാം കാരണം. ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും കൂടുതൽ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവുകയാണെങ്കിൽ തനിക്ക് സത്യങ്ങളൊക്കെ വിളിച്ചു പറയേണ്ടി വരും. അല്ല, എന്തിനാ ഇതൊക്കെ മറച്ചു വെക്കുന്നത് എന്നൊരു ചിന്തയായിരുന്നു നന്ദുവിന്റെ മനസ്സിൽ. പിന്നീട് ജയനും അജയനും ആദർശം കൂടെ സംസാരിക്കുകയാണ്. അപ്പോഴേക്കും അജയൻ പറഞ്ഞു, അബി ജയിലിലായിട്ട് നമ്മളൊന്നും കാണാൻ പോകത്തന്റെ ഒരു അമർഷം അവൾക്കുണ്ടെന്ന് തോന്നുന്നു ജലജയ്ക്ക്. നമ്മൾ പുറത്തിറക്കാനൊന്നും നോക്കിയില്ലോ. ആദർശ് പറഞ്ഞു, എന്തിനാ ഇളയച്ച പുറത്തിറക്കാൻ നോക്കുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷ അനുഭവിക്കട്ടെ എന്നാ മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നത്. ജയൻ പറഞ്ഞു, അത് ശരി തന്നെയാ. അവൻ നിസാരമായിട്ടൊരു തെറ്റാ ചെയ്തെങ്കിൽ നമുക്ക് ക്ഷമിക്കായിരുന്നു. ഇതൊന്നും അല്ലല്ലോ. അവൻ തെറ്റുകളുടെ ഒരു കൂമ്പാരം തന്നെയല്ലേ കൂട്ടി വെച്ചിരിക്കുന്നേ. ഇന്ന് നന്നാവും നാളെ നന്നാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരുത്താൻ ശ്രമിച്ചിട്ടും ഒരു രക്ഷയില്ല. അവൻ വീണ്ടും വീണ്ടും തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആദർശ് പറഞ്ഞു, എന്നിട്ടോ നവി എപ്പോഴും എപ്പോ നോക്കിയാൽ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അജയൻ പറഞ്ഞു, അതെ, നിന്റെ പിടിപ്പേടാന്നാ ആദർശം ഞാൻ പറയുള്ളൂ. അതെന്താ ഇളയച്ച അങ്ങനെ പറഞ്ഞേ? എന്തിനാന്നേ ഉള്ള സത്യം അങ്ങോട്ട് വിളിച്ചു പറയാണ്. ഈ പ്രശ്നം വല്ലതും ഉണ്ടോ? ഈ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ട കാര്യമുണ്ടോ? ചില സമയത്ത് എന്റെ നാവ് വരെ ചൊറിഞ്ഞു വരുന്നുണ്ട് വിളിച്ചു പറയാനായിട്ട്. എത്ര എന്ന് വെച്ചാൽ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോന്നേ. എല്ലാത്തിനും ഒരു പരിധിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ജലജ അങ്ങോട്ടേക്ക് വന്നു. ജലജ വന്നിട്ട് പറഞ്ഞു, ഓ, എല്ലാരും ഭയങ്കര സന്തോഷത്തിലായിരിക്കും. എന്റെ മോൻ അഭി ജയിലിലാണല്ലോ, അപ്പൊ അതിന്റെ സന്തോഷത്തിമിർപ്പായിരിക്കും അല്ലേ? അത് കേട്ടപ്പോ ജയൻ പറഞ്ഞു, നിന്നോട് ആരാ ജലജ ഇതൊക്കെ പറയണേ? നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? പിന്നെ തോന്നില്ല എന്ന് വരുത്തി തീർക്കാനായിട്ട് നിങ്ങൾ വെറുതെ ശ്രമിക്കൊന്നും വേണ്ട. എനിക്ക് മനസ്സിലായി. ഇത്രയും ദിവസമായിട്ട് പോലും നിങ്ങൾ ആരെങ്കിലും അവനെ ഒന്ന് തിരിഞ്ഞു നോക്കിയോ? ഇറക്കാനുള്ള എന്തേലും വഴി നോക്കിയോ? ഇല്ലല്ലോ. എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും ഇല്ല എന്നുള്ള കാര്യം. ആദർശ് പറഞ്ഞു, അതെ, തെറ്റ് ചെയ്യാതെ അവൻ പോയി കിടക്കുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇത് അവൻ തെറ്റ് ചെയ്തിട്ടാ തെളിവ് സഹിതോ നന്ദു പിടികൂടിയത്. അപ്പൊ അങ്ങനെയുള്ള ഒരുത്തനെ പുറത്തിറക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ആ സമയത്ത് ജലജയ്ക്ക് ദേഷ്യമായി. നീ തന്നെ ഇത് പറയണടാ. നിനക്ക് ഇത് പറയാനുള്ള എന്ത് യോഗ്യതയുള്ളേ? അനഘയെന്ന് പറയുന്ന പെൺകുട്ടിയെ തളർത്തിക്കെടുത്ത നീയല്ലേടാ. അവളുടെ ജീവിതം പിച്ച് ചീന്തിയ നീയല്ലേ? എന്നിട്ട് അതിനെ തളർത്തിക്കെടുത്തി ഒരു സത്യവും പുറത്തു പറയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടാണോടാ നീ എന്റെ മകനെ കുറ്റപ്പെടുത്തുന്നേ? അത് കേട്ടപ്പോ അജയൻ പറഞ്ഞു, അതെ, തൽക്കാലത്തേക്ക് ഇപ്പൊന്നും പറയുന്നില്ല. ഞങ്ങൾ എന്തേലും പറഞ്ഞു പോയിട്ടുണ്ടോ ഉണ്ടല്ലോ ജലജ. പിന്നെ നീ ഇവിടെ നിൽക്കില്ല എന്ന് പറയാ. അതെ, സപ്പോർട്ട് ചെയ്തോ. നിങ്ങൾ എല്ലാരും കൂടെ കൂടിയിട്ട് ഇവനെ അങ്ങ് സപ്പോർട്ട് ചെയ്യുക. ഇവന് എന്ത് തെറ്റ് ചെയ്താലും കുഴപ്പമില്ല. ഇവൻ അനന്തപുരിയിലെ കൊച്ചുമാനാണല്ലോ. ഞാനും എന്റെ മോനും ഒക്കെ അല്ലേ വലിഞ്ഞു കയറി വന്നത്. ജയൻ പറഞ്ഞു, അങ്ങനെ വലിഞ്ഞു കയറി വന്നൊരു ചിന്തയൊന്നും വേണ്ട ജലജ നിന്റെ മനസ്സിൽ. നീ വന്നതിന് ശേഷം അങ്ങനെ ഒരു ചിന്താഗതിയോട് കൂടിയിട്ടല്ല നിന്നെ ഞങ്ങളെ കണ്ടിരിക്കുന്നത്. പക്ഷെ നീയാണ് അതിനിടയാക്കിയിരിക്കുന്നത്. കാരണം നീ നിന്റെ മോന് നല്ല രീതിയിൽ തന്നെ ഇവിടെ ജീവിക്കണ ഒരു പ്രശ്നമില്ലായിരുന്നു. ഇത്രയൊക്കെ സമ്പത്തി വളർന്നു വന്നിട്ടും അവന് വീണ്ടും തെറ്റുകൾ ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. അല്ലെങ്കിൽ സ്വന്തം ജ്വല്ലറിയിൽ നിന്ന് ആരെങ്കിലും ഇങ്ങനെ ഒരു പരിപാടി കാണിക്കുവോ? അതൊരിക്കലും അച്ഛനാണെങ്കിലും ഈ കുടുംബത്തിൽ ആർക്കും അത് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതെന്താ നീ മനസ്സിലാക്കാത്തെ? അപ്പോഴേക്കും ജലജ പറഞ്ഞു, എന്റെ മോൻ എന്തോ നിസ്സാരമായിട്ടൊരു തെറ്റ് ചെയ്തു. അതിന്റെ പേരിൽ എല്ലാവരും അവനെ ക്രൂശിച്ചോണ്ടിരിക്കുന്നത്. സാരമില്ല, ഇതൊക്കെ തിരിച്ചു ചോദിക്കാണ്ടിരിക്കാൻ അവസരം വരും. അപ്പം ഞാൻ തിരിച്ചു ചോദിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ജലജ അങ്ങോട്ട് പോയി. ആദർശ് പറഞ്ഞു, എത്ര പറഞ്ഞിട്ടും കാര്യമില്ല അപ്പച്ചിയോട്. അപ്പച്ചി പിന്നെ ഇങ്ങനെ തന്നെയായിരിക്കും. ജയൻ പറഞ്ഞു, എന്തേലുമൊക്കെ പറഞ്ഞിട്ട് പോട്ടെ. അവൻ എന്താണെങ്കിലും കിട്ടേണ്ട ശിക്ഷ തന്നെ കിട്ടിയല്ലോ, അത് തന്നെ ഒരു സമാധാനം. നന്ദു എന്താണെങ്കിലും മിടിക്കുക എന്ന് അജയൻ പറഞ്ഞു. അതുകൊണ്ടല്ലേ ഇത്ര പെട്ടെന്ന് ഇത്ര തെളിവുകളൊക്കെ കൊണ്ടാക്കി അവളെ കുടുക്കിയത്. ജയൻ പറഞ്ഞു, അതിന്റെ ദേഷ്യവും കാര്യങ്ങളൊക്കെ ജലജയ്ക്കും നവ്യയ്ക്കും ഒക്കെ അവനോടുണ്ട്. ആദർശ് പറഞ്ഞു, അത് ഓർക്കുമ്പോൾ ഒരു വിഷമം. നന്ദുവിന്റെ അനിയുടെ കാര്യത്തിൽ ഇനിയെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ അത് വലിയ കുഴപ്പത്തിലേക്ക് ചെന്ന് ചാടുവോളെന്ന് എനിക്ക് തോന്നുന്നേ. ഇപ്പൊ നവ്യാണെങ്കിൽ വെല്ലുവിളിയായിട്ട് ഇറങ്ങിയിരിക്കുക. അജയൻ പറഞ്ഞു, നോക്കാൻ എന്താ വരുന്നതെന്ന്. കാരണം ഇവിടെ ആണെങ്കിലും ജാനകി ആണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ. പതുക്കെ പതുക്കെ ചിലപ്പോൾ അവളുടെ മനസ്സ് മാറും എന്നൊക്കെ പറഞ്ഞു. ഈ സമയം നയന മുറിയില് തുണിയൊക്കെ മടക്കി വെക്കുവാണ്. അപ്പോഴേക്കുമാണ് ദേവേനി അങ്ങോട്ടേക്ക് വരും. ദേവേനയുടെ കൈ ജ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ ദേവേനെ അടുക്കള ജ്യൂസ് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ജ്യൂസ് ഒക്കെ എടുത്തുകൊണ്ട് നേരെ നയനയുടെ അടുത്തേക്ക് വരുവാണ്. നയന എടുത്ത് വന്നിട്ട്, മോളെ ഈ ജ്യൂസ് കുടിക്കാൻ പറയണം. ജലജ പാത്തും പതുങ്ങി അത് ഇവിടെ വന്നു. കാരണം ഈ ജ്യൂസ് എടുത്ത് കുടിച്ചിട്ടോ എന്നൊക്കെ അറിയണമല്ലോ. അതിനു വേണ്ടി വരുവാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ദേവേന് കൊണ്ട് ജ്യൂസ് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നയന പറഞ്ഞു, അമ്മേ ഇപ്പൊ എനിക്ക് വേണ്ടതോടെ വെച്ചേരെ. ഇതേ മോളെ കുറെ സമയം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തരാന്ന് കരുതി. മോൾ ഇനി കുടിച്ചിട്ട് മതി എന്ന് പറയാണ്. ദേ അല്ലെങ്കിലുണ്ടല്ലോ
നേരത്തിന് ആഹാരവും അതുപോലെ വെള്ളമൊക്കെ കുടിക്കണം. കുഞ്ഞിന് നല്ല ആരോഗ്യമൊക്കെ വേണ്ടേ. ഇപ്പൊ തന്നെ ഞാൻ വയറ് നിറച്ച് കഴിച്ചല്ലമ്മേ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ പറയണം. അമ്മയോടത് വെച്ചേക്കാൻ പറയണം. ശരി, ഇച്ചിരി കഴിയുമ്പോൾ കുടിച്ചേക്കണം, തുണി മടക്കി കഴിയുമ്പോൾ കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനെ അങ്ങോട്ട് പോയി. ശൈലജ മനസ്സിൽ വിചാരിച്ചു, ഇത്തിരി കഴിയുമ്പോൾ കണ്ടോ ഇവൾക്കിട്ട് നല്ല പണിയെ കിട്ടാൻ പോകുന്നത്. ഇവളാ ജ്യൂസ് കുടിക്കുന്നതോട് കൂടിയിട്ട് ഇവളുടെ കാര്യത്തിലൊരു തീരുമാനമാവും എന്നൊക്കെ ഓർത്തുകൊണ്ട് ഒളിച്ചും പാത്തും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, എപ്പോഴാ കുടിക്കുന്ന അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.